പകൽക്കാലം ഈ വിശുദ്ധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷിക്ത ദാസനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിന്റെ ദാസനെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം കടന്നുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സൂമിലായിരിക്കുന്ന എല്ലാ വിശ്വാസ ജീവിതങ്ങളെയും സ്നേഹിതരെയും എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പമായി കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകൾക്ക് ശേഷം അതൊരിക്കൽ കൂടെ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് ഇടയാക്കിയത്. അറിയാമല്ലോ, എനിക്ക് ഒരു ജോലിയുടേതാകുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും സ്തോത്രം എനിക്ക് പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതെ ബുധനാഴ്ച ഇരിക്കുന്നതെങ്കിലും കിട്ടുന്ന സമയങ്ങൾ വന്ന് ചേരുവാനും ഒക്കെ ദൈവാത്മാവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്കൊരു പ്രാവശ്യം അവസരത്തിൽ ഇരിക്കുന്നതിനായി നന്ദിയോടെ ഒരിക്കൽ കൂടെ കർത്താവിനെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ അധരങ്ങളും അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്ന മഹാദൈവമായ കർത്താവിന്റെ മുൻപിലാണ്. നാം ആരും മൗനമായിട്ടിരിക്കരുത്. എല്ലാ അധരങ്ങളും അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും ഹല്ലേലൂയ. നാം വന്നിരിക്കുന്നത് കേവലം ഹല്ലേലൂയ ജീവനില്ലാത്ത ഒന്നിന്റെ മുൻപിലല്ല. നാം കേവലം വന്നിരിക്കുന്നത് മാനുഷികമാകുന്ന ഹൃദയങ്ങളിൽ ഉരുത്തിരിഞ്ഞ ഒരു രൂപത്തിന്റെ മുൻപിലല്ല. ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിലാണ്. ആ ദൈവശക്തി അറിയുന്ന അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങട്ടെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവാം ദൈവം അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിലെ അടയാളങ്ങളെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനിയും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വാസമുള്ളവർ എല്ലാവരും അല്പസമയം കർത്താവിനെ സ്തുതിച്ചാട്ടെ. മാനുഷികമാകുന്ന ചിന്തകളെല്ലാം അല്പസമയം ഒന്ന് മാറ്റിവെച്ചാട്ടെ. മാനുഷികമാകുന്ന ചിന്തകളെല്ലാം മാറ്റിവെച്ച് എല്ലാ മാനുഷിക തലങ്ങളും അല്പസമയം ഈ ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോകട്ടെ. ഹൃദയങ്ങളിൽ നിന്നും എല്ലാം മാറ്റിവെച്ചാണ് എല്ലാ അധരങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ അധരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നോടൊന്ന് ആഴമായി സംസാരിക്കണമേ എന്ന്, ഇന്ന് പകൽക്കാലം എന്നോടൊന്ന് ആഴമായി ഇടപെടണമേ എന്നെ ഹൃദയത്തിന്റെ വിചാരങ്ങളോട് ഞാൻ അനുഭവിക്കുന്ന എന്റെ ഹല്ലേലൂയ കർത്താവ് സിറ്റുവേഷന്റെ മുഖത്ത് ദൈവത്തിന്റെ ശബ്ദം ഇന്ന് എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് ഹൃദയത്തിന്റെ അകത്ത് ആഗ്രഹമുള്ള ജീവിതങ്ങൾ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. എല്ലാ തരങ്ങളും ഒന്ന് ചലിക്കട്ടെ, എല്ലാ തരങ്ങളും ഒന്ന് ചലിക്കട്ടെ, എല്ലാ തരങ്ങളും ഒന്ന് ചലിക്കട്ടെ, എല്ലാ തരങ്ങളും ഒന്ന് ചലിക്കട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, അവൻ തന്റെ ഹല്ലേലൂയ ആമേൻ കരങ്ങളിൽ തന്റെ ആടുകളെ അവൻ തന്റെ ഹൃദയത്തിൽ വഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മെ ഹല്ലേലൂയ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊണ്ട് മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പിനെ അറിയാൻ, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പിനെ അറിയാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന ഭാരങ്ങളുടെ മുഖത്ത്, നാം ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ മുഖത്ത്, നാം ആയിരിക്കുന്ന കഷ്ടതകളുടെ മുഖത്ത്, നാം ആയിരിക്കുന്ന ചില വിഷയങ്ങളുടെ മുഖത്ത് ആമേൻ സ്തോത്രം നമ്മെ കൈവിടാതെ നമ്മെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പക്കലാണ് ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അല്ലെ സ്തുതിക്കാതെ ഇരിക്കരുത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരാധിക്കാതെ ഇരിക്കരുത്. ഇന്ന് പകൽ എന്തെങ്കിലും പരിഹാരം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിന്റെ മുഖത്ത്, ഇന്ന് പകൽക്കാലം എന്റെയും നിന്റെയും ഹല്ലേലൂയ കടന്നു പോകുന്ന ചില വിഷയങ്ങളുടെ മുഖത്ത് പരിഹാരം വരുത്താൻ കഴിവുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ബോധ്യത്തോട് ഇന്ന് പകൽ യേശു കർത്താവിനെ ആ ഹൃദയം തുറന്ന് നാവോട് കൂടി കർത്താവെ സ്തുതിച്ചാട്ടെ. കർത്താവിനെ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം കൂടെ ഇരിക്കുമാറാകണമേ. നൽകി തന്ന വചനത്തെ സ്വർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നല്ല ആലോചനകളെ, ദൂതുകളെ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാൻ അടിയന്റെ വായോടും നാവോടും ദൈവാത്മാവ് കൂടെ ഇരിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യം. ഞാനും സിൽവാനോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവരിൽ ഊവൻ അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവരിൽ ഊവൻ അത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവരിൽ ആമേൻ എന്നും തന്നെ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച പകൽക്കാലം എന്നോട് ഇന്ന് പകൽക്കാലം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞത് ആലോചന കൈമാറിയത് ഒരു വഴിവക്കിൽ വെച്ചായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ അപ്രതീക്ഷിതമായി വേഗത്തിൽ ഒന്ന് കണ്ടുമുട്ടി. അന്നാണ് പ്രിയ കർത്താവിന്റെ ദാസൻ എന്നോട് ഇന്ന് പകൽക്കാലം ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം, മുതൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നപ്പോൾ ദൈവാത്മാവ് കൈമാറിയ ഒരു വേദഭാഗമാണ് നാം ഇന്ന് പകൽക്കാലം വായിക്കപ്പെടുവാൻ ഇടയാക്കിയത്. സ്തോത്രം, 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 19-20 വേദഭാഗമാണ് അവിടെ വായിപ്പാൻ ഇടയായത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല. അവനിൽ ഊവ എന്നത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവ എന്നത്രേ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വേദഭാഗം വായിക്കുമ്പോൾ സ്തോത്രം അവിടെ കർത്താവിങ്കിൽ ഹല്ലേലൂയ ഊവ എന്ന ഒരു പദമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇംഗ്ലീഷ് ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഊവ എന്ന വേർഡിന് ഇംഗ്ലീഷിൽ യെസ് എന്നാണ് അതിന്റെ പദം അവിടെ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതായത് യെസ് എന്നാൽ അതെ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതെ പറഞ്ഞാൽ ദൈവം നമ്മോട് എന്തെങ്കിലും ഒരു വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അതെ എന്നുള്ളതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കാണ് ഹല്ലേലൂയ 2 അഭിപ്രായങ്ങളുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും സ്വാഭാവികമായ 2 അഭിപ്രായങ്ങൾ. നമ്മൾ ചിലപ്പോൾ ഉവെന്നും പറയും, നമ്മൾ ചിലപ്പോൾ ഇല്ലെന്നും പറയും. പക്ഷേ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവൻ അതെ എന്ന് പറഞ്ഞാൽ, അവൻ ഊവ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അങ്ങനെ തന്നെയാണ്. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തിന് എന്തില്ല? മാറ്റമില്ല. സ്തോത്രം, അല്ലേ? വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുമ്പോൾ നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിന് എന്തില്ല? ആമേൻ, മാറ്റമില്ല. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത് സ്വഭാവം മാറുന്നവന്റെ മുൻപിലല്ല. ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത് ഹല്ലേലൂയ ആള് മാറുമ്പോൾ സ്വഭാവവും മാറുന്നവന്റെ മുൻപിലല്ല. ഇന്ന് പകൽക്കാലം ഏക സ്വഭാവത്തോടു കൂടി മാറ്റമില്ലാത്തവനായി നമ്മെ വിളിച്ച ദൈവത്തിന്റെ മുൻപിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം ഏതെങ്കിലും വിഷയം അവന്റെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട. അവൻ നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് അങ്ങനെ തന്നെയാണ്, അത് അതേണ്ടി തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നെ കുറിച്ച് ഒരു പരാതിയോട് ഞാൻ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ ഓടിപ്പോകുന്ന ഒരു വ്യക്തിയാണ്. കാരണം അതുകൊണ്ട് പലപ്പോഴും സൂമിൽ ബിനിയാജിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും സ്തോത്രം പറയുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ അല്ലെങ്കിൽ സ്തോത്രം ഞാനതിങ്ങനെ പഠിച്ചു വരികയാണ്. സ്തോത്രം, അതിങ്ങനെ അതുകൊണ്ട് ഞാനിങ്ങനെ പഠിച്ചു വരികയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ്. അപ്പൊ അതുകൊണ്ട് നാം വന്നിരിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നമ്മെ നടത്തിയ, നമ്മെ വിളിച്ച ദൈവം സ്വഭാവത്തിന് മാറ്റമില്ലാതെ നമ്മുടെ വാഗ്ദത്തങ്ങളെ അതേ എന്ന് പറഞ്ഞുറപ്പിക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത്. എന്റെ ഹൃദയത്തിനകത്ത് ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവൻ ഒരുപാട് കാര്യങ്ങൾ ഹല്ലേലൂയ ഇങ്ങനെ കടന്നു വന്നു. സ്തോത്രം, എന്താണ് ദൈവം പറഞ്ഞെങ്കിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു വേദഭാഗ ചിന്ത ഇങ്ങനെയാണ്: ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും പാഴാകില്ല. സ്തോത്രം, യേശുവിൽ അവയെല്ലാം അതെ അല്ലെങ്കിൽ ഉറപ്പാണ്. സ്തോത്രം, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും പാഴായി പോകുന്നില്ല. യേശുവിങ്കിൽ അതെല്ലാം ഉറപ്പാണ്, അല്ലെങ്കിൽ യേശുവിങ്കിൽ അതെല്ലാം അതെ തന്നെ ആണ്. ഒന്നുകൂടെ കേറി പറഞ്ഞാൽ യേശുവിങ്കിൽ അതെല്ലാം ഉവ്വ് ആണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തെ പറ്റി നാം ആഴമായി ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്തിനു വേണ്ടിയാണ് പൗലോസ് എഴുതിയതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ആമേൻ, ഇതിന്റെ റൈറ്റർ ഹല്ലേലൂയ, ആമേൻ, പൗലോസ് തന്നെയാണ്. ഹല്ലേലൂയ. ഏകദേശം ഹല്ലേലൂയ, ആമേൻ, ലേഖനങ്ങളുടെ ഏകദേശം ഏകത്തുക നാം എടുത്തു പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് പൗലോസ് തന്നെയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇത് 2 പ്രാവശ്യം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് തന്നെയാണ് എന്ന് ഹല്ലേലൂയ തെളിവായി 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് തെളിവിന് വേണ്ടി വായിക്കാൻ കഴിയുന്നതാണ്. അത് മാത്രമല്ല, പൗലോസ് എഴുതിയ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും ഉപരി ഹല്ലേലൂയ തന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ ഇതിൽ ആകിരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലേഖനങ്ങൾ എഴുതുന്നതിൽ കൂടുതൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള അല്ലെങ്കിൽ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾ അവൻ കൂടുതലായി ഇതിനകത്ത് കാണുവാൻ കഴിയും. സ്തോത്രം. എന്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കൊരിന്ത്യർക്കുള്ള സഭയെ പൗലോസ് വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി പോകാമെന്ന് അവരോട് വാക്ക് പറഞ്ഞെങ്കിലും ചില പ്രതികൂലമാകുന്ന സാഹചര്യം അവൻ പൗലോസിന്റെ ജീവിതത്തിന്റെ അകത്ത് വന്നതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ കഴിയാഞ്ഞത് കൊണ്ട് പൗലോസിന് വളരെയധികം ഹൃദയവേദന ഉണ്ടാകുവാൻ ഇടയായെന്ന് നമുക്ക് ലേഖനങ്ങൾ 2 വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. 2 പുസ്തകങ്ങളാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ. ഒന്നാമത്തെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനവും 2-ാമത്തെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനവും. 2 ഹല്ലേലൂയ സ്തോത്രം പുസ്തകങ്ങളിലും കൂടെ ആകത്തുകയായി 29 അധ്യായങ്ങൾ നമുക്ക് അതിനകത്ത് കാണുവാൻ കഴിയും. 1 കൊരിന്തി 2 കൊരിന്തി ലേഖനങ്ങൾ മുഴുവൻ ആകത്തുകയായി 29 അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല 437 സ്തോത്രം വാക്യങ്ങൾ നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്തുനിന്ന് നമുക്ക് കാണുവാൻ കഴിയും. 2 ലേഖനത്തിനകത്തുനിന്നും 437 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല സ്തോത്രം ഹല്ലേലൂയ, അപ്പോസ്തോലിക വിജയത്തിൽ മുദ്രയിടപ്പെട്ട ലേഖനമാണേത്? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തോലിക വിജയത്തിൽ മുദ്രയിടപ്പെട്ടൊരു ലേഖനമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്താണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പൗലോസിന് ഇത്ര വികാരപരമായി ചിന്തിപ്പാൻ ഹല്ലേലൂയ കാരണമായതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമുക്ക് കൊരിന്ത് പട്ടണത്തിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്ത് പട്ടണം ഹല്ലേലൂയ. കൊരിന്ത് പട്ടണത്തിലാണ് കൊരിന്ത്യർക്ക് ഹല്ലേലൂയ ഒരു സഭയെ ഹല്ലേലൂയ പൗലോസ് അവിടെ കൊടുപ്പാൻ ഇടയായത്. സ്തോത്രം ഹല്ലേലൂയ. നാം എല്ലാവരും വായിച്ചു വിടുന്നത് പോലെ, നാം എല്ലാം കാണുന്നത് പോലെ ഒരു ശ്രേഷ്ഠകരമായ ഒരു പട്ടണം ആയിരുന്നു കൊരിന്ത് പട്ടണം. പക്ഷേ കൊരിന്ത് പട്ടണത്തിനകത്ത് ചില അധാർമികതയുടെ വിത്തുകൾ ഉണ്ടായിരുന്നു. കൊരിന്ത് പട്ടണത്തിൽ വളരെ മ്ലേച്ഛകരമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രീസിന്റെ ഏറ്റവും വലിയ ഉന്നത ഭാവങ്ങളിൽ നിൽക്കുന്ന ഒരു പട്ടണമായി കൊരിന്തിനെ ചരിത്രകാരന്മാർ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സ്തോത്രം ഹല്ലേലൂയ, കൊരിന്ത് പട്ടണം എന്നാൽ അഥേനയിൽ നിന്ന് 80 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഗ്രീസിലെ ഒരു പ്രാചീനമായ നഗരമാണ് കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. 8 കിലോമീറ്റർ വീതി മാത്രമാണ് ഹല്ലേലൂയ ഈ പ്രാചീന നഗരത്തിനുള്ളത്. സ്തോത്രം ഹല്ലേലൂയ. കൊരിന്തിന്റെ കിഴക്ക് ഭാഗത്തൂടെ കൂടി സരോണിക് ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്തോടു കൂടി കൊരിന്ത് ഉൾക്കടലും ഒഴുകുന്ന ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു 8 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രാചീന നഗരമായിട്ടാണ് കൊരിന്ത് പട്ടണം സ്ഥിതി ചെയ്യുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കൊരിന്തിന് അല്ലെങ്കിൽ ഗ്രീസിന്റെ തെക്കിനും വടക്കിനും യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്നതിനാൽ കൊരിന്തിന്റെ ഗ്രീസിന്റെ പാലം എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കൊരിന്ത് പട്ടണം ഗ്രീസിനെ തെക്കും പടിഞ്ഞാറുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു പാലം എന്നാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഗ്രീസിന്റെ പാലം എന്നാണ് കൊരിന്ത് പട്ടണത്തെ പറ്റി ചരിത്രകാരന്മാർ എന്ത് ചെയ്തിരിക്കുന്നത്, വിശേഷിപ്പിച്ചിരിക്കുന്നത്, വിശദീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. BC 146 റോമൻ സൈന്യാധിപനായ മമ്മിയാസ് ഈ പട്ടണത്തെ തീ വെച്ച് നശിപ്പിക്കുവാൻ ഇടയായി. സ്തോത്രം. എന്നാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. BC 46 ജൂലിയസ് സീസർ എന്ന ഒരു വ്യക്തി ഹല്ലേലൂയ സ്തോത്രം ഈ പട്ടണത്തെ എന്ത് ചെയ്തു, പുതുക്കി പണിയുവാനും ഇടയായി. സ്തോത്രം. കൊരിന്ത് പട്ടണം എന്ന് പറഞ്ഞ വലിയ ഒരു വ്യാപാരമായ കേന്ദ്രമാണ് കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ഗ്രീസിന്റെ തെക്ക് വശത്തോടുള്ള
സഞ്ചാരം കൊരിന്ത് പട്ടണമായിരുന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ ഹല്ലേലൂയ കടൽ മാർഗ സഞ്ചാരവും കൊരിന്ത് തുറമുഖം വഴി ആയിരുന്നു. കൊരിന്തിനെ ഈ യാത്രാ സൗകര്യങ്ങൾ ഒരു വാണിജ്യ കേന്ദ്രമാക്കി എന്ത് ചെയ്തു? ഗ്രീസ് ഉപയോഗിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ വിധമാകുന്ന വാണിജ്യപരമാകുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിരുന്ന ഒരു തുറമുഖമാണ് ഏത്? കൊരിന്തിന്റെ തുറമുഖം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനെ എന്ത് ചെയ്യുന്നു ചരിത്രകാരന്മാർ? ഗ്രീസിന്റെ ചന്തസ്ഥലം, ദ മാർക്കറ്റ് ഓഫ് ഗ്രീസ് എന്നത് ഗ്രീസിന്റെ ചന്തസ്ഥലം എന്നാണ് എന്ത് ചെയ്തത്? ഈ കൊരിന്ത് പട്ടണത്തെ എന്ത് ചെയ്തത്? അറിയപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതായത് കൊരിന്ത് ഉൾക്കടലിന്റെ തീരത്ത് നിന്ന്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1900 അടിയോളം ഉയരമുള്ള അക്രോ കൊരിന്ത് എന്ന പർവ്വത നിരയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഇത് കൊരിന്ത് എന്ന് പറയുന്നത്. അതൊക്കെ ശാസ്ത്രീയമായ സ്തോത്രം ഹിസ്റ്റോറിക്കൽ ഹല്ലേലൂയ സ്തോത്രം തെളിവുകളെയാണ് സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇത്രയും കാര്യങ്ങള് എന്റെ അറിവിന്റെ പരിമിതികൾ കൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഉറക്കമൊഴിച്ച് എനിക്ക് കിട്ടാവുന്ന എവിഡൻസുകളെ ഞാൻ എടുത്ത് ഞാൻ പോകാവുന്ന വഴിയെല്ലാം ഞാൻ പോയി എന്ത് ചെയ്ത കൊണ്ടുവന്നതാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞത് നിങ്ങളൊരു ആമേൻ പറയാത്തത് എന്താണ്? വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ആമേൻ കൂടെ എന്ത് ചെയ്യുക? പറയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമല്ല കൊരിന്തിനെ ഏറ്റവും കൂടുതൽ വിശേഷകരമായി നാം ഉപയോഗിക്കുന്നത് എന്തറിയാമോ? ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് മതപരമായ വിജാതീയ ആരാധനയുടെ കേന്ദ്രമായിരുന്നു എന്ത്? കൊരിന്ത്. വാണിജ്യപരമായി അവർ മുന്നിട്ടു നിന്നെങ്കിലും സ്തോത്രം ഹല്ലേലൂയ അവ എല്ലാ നന്മകൾ കൊണ്ടും കൊരിന്ത് പട്ടണം വിശേഷമായപ്പോഴും അവർക്കൊരു പോരായ്മ എന്ന് പറയാൻ കാരണം അവർ മതപരമായ വിജാതീയമായ ആരാധനയുടെ അടിത്തറയിൽ ഹല്ലേലൂയ ഉരിവായ ഒരു പട്ടണമായിരുന്നു എന്ത്? കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു ദേശം എത്രയൊക്കെ നന്മയുണ്ടെന്ന് പറഞ്ഞാലും, ഒരു രാജ്യം എത്രയൊക്കെ ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞാലും, സൈന്യപരമായും ശ്രേഷ്ഠപരമായും സമ്പാദ്യപരമായും അംഗബലം കൊണ്ടും ഒരു രാജ്യം എത്രയൊക്കെ വലുതെന്ന് പറഞ്ഞാലും അസാർവാഹികതയായ രാജ്യത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ വിജാതീയമാകുന്ന ആരാധന രീതികൾ ആ രാജ്യത്തിന്റെ അകത്തുണ്ടെങ്കിൽ എത്രയൊക്കെ ശ്രേഷ്ഠമെന്ന് പറഞ്ഞാലും അതിനെ തകർക്കുന്ന, അതിനെ ഉടയ്ക്കുന്ന, അതിനെ സ്തോത്രം തകർത്തു കളയുന്ന ഏതെങ്കിലും ഒരു സംഭവം ആ രാജ്യത്തിന്റെ അകത്ത് ഉണ്ടെങ്കിൽ ദൈവം ആ രാജ്യത്തെ സന്ദർശിക്കാനിടയാകും. സ്തോത്രം. 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 ഹല്ലേലൂയ. ആമേൻ. നാം എത്രയൊക്കെ ശ്രേഷ്ഠരെന്ന് പറഞ്ഞാലും, നമ്മുടെ മുന്നിൽ എത്രയൊക്കെ സമ്പത്തുകളുണ്ടെന്ന് പറഞ്ഞാലും, നാം എത്രയൊക്കെ ഉന്നതന്മാരെന്ന് പറഞ്ഞാലും, ഏതെങ്കിലും ഒരു അസാൻമാർഗികത നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനമേ നമ്മെ ദൈവം സന്ദർശിക്കാതെ പോകത്തില്ല. സ്തോത്രം. നമ്മെ ദൈവം കാണാതെ പോകത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നാം വലിയ ആളുകാണി എന്ന് പറഞ്ഞാലും, നാം വലിയ വീട് വെച്ചെന്ന് പറഞ്ഞാലും, ഞാൻ വലിയ ജോലിയുടെ മുഖത്തെന്ന് പറഞ്ഞാലും, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഏതെങ്കിലും നിലവാരത്തിൽ ദൈവത്തിന്റെ ഹിതത്തിന് ദൈവത്തിന്റെ പ്രവർത്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ എന്തെങ്കിലും ഒരു സ്വഭാവമുണ്ടെങ്കിൽ ദൈവം നമ്മെ സന്ദർശിക്കാതെ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് കൊരിന്ത് പട്ടണത്തിന് പറ്റിയൊരു ഹല്ലേലൂയ തിരിച്ചടി എന്ന് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ റോമ യവനായ ദേവന്മാരുടെ പേരിൽ അനേകം ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അത് മാത്രമല്ല അഫ്രോഡൈറ്റ് ദേവിയുടെ നാമത്തിലുള്ള ഒരു വലിയ ദേവാലയവും എന്തുണ്ട്? കൊരിന്ത് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇത് വന്നിരുന്നത് അക്രോ കൊരിന്തിന്റെ ഏറ്റവും മലമുകളിലായിരുന്നു ഈ ദേവാലയം സ്ഥിതി ചെയ്തത്. അത് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹെർമസ്, അർത്തമിസ്, സെയൂസ്, അപ്പോളോ തുടങ്ങിയ ദേവന്മാരുടെ ബലിപീഠങ്ങളും ആരാധനാ സ്ഥലങ്ങളും എന്തുണ്ടായിരുന്നു? ഈ കൊരിന്ത് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സമ്പന്നമായ പട്ടണം ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? അതപ്പതിച്ചൊരു പട്ടണമായി പോയി. ഹല്ലേലൂയ. സമ്പന്നമായ ഒരു പട്ടണം ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? അതപ്പതനം സംഭവിച്ചൊരു പട്ടണമായി പോകാനിടയായി.
സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സമ്പന്നരോ ശ്രേഷ്ഠതയോ എന്നുള്ളതല്ല കാര്യം, ദൈവത്തിന്റെ കൃപ എന്നുള്ളതാണ് കാര്യം. Praise the Lord. ഹല്ലേലൂയ. നാം എവിടെ എത്തി എന്നുള്ളതല്ല കാര്യം, നാം എങ്ങനെയാണ് എത്തി എന്നുള്ളതാണ് കാര്യം. ഇന്ന് പകൽക്കാലം ദൈവജനമേ, അല്ലെ, നാം എന്തെങ്കിലും ഒരു നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നാം എന്തെങ്കിലും ഒരു ഹല്ലേലൂയ ദൈവിക നന്മ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ ഭവനത്തിന്റെ അകത്ത്, നാം വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് നാം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തെ മറന്നോടരുത്, ദൈവത്തെ മറന്നോടരുത്, ദൈവത്തെ മറന്നോടരുത്. ഇന്ന് പ്രാപിച്ച നന്മകൾ നമ്മുടെ മുൻപിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ, നമ്മുടെ മുൻപിൽ നിന്നും ഹല്ലേലൂയ എടുത്തു കളയാൻ ദൈവത്തിനധിക സമയമൊന്നും വേണ്ട, ദൈവത്തിനധിക സമയങ്ങളൊന്നും വേണ്ട. അവൻ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്ന് പറയുന്ന ദൈവമാണ്. അവന്റെ സ്വഭാവത്തിന്റെ അകത്ത് മാറ്റമില്ല. വഴുകി പോകുന്നുണ്ടെങ്കിൽ മടങ്ങി വന്ന് മതിയാകത്തുള്ളൂ കേട്ടോ, മടങ്ങി വന്ന് മതിയാകത്തുള്ളൂ. ദൈവം ചെയ്ത നന്മയെ നീ ഓടിപ്പോകരുത്, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓടിപ്പോകരുത്. മടങ്ങി വന്നില്ലെങ്കിൽ സന്ദർശനം ഉണ്ടാകുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ, ഏകദേശം 1000-ൽ പരം അംഗീകൃതമാകുന്ന ഹല്ലേലൂയ ദേവദാസിമാരുടെ ഒരു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദേവദാസിമാർ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ പാപം ചെയ്തു ജീവിക്കുന്ന, ഏകദേശം ഹല്ലേലൂയ അംഗീകാരമുള്ള ദേവദാസിമാർ എന്ന് വെച്ചാൽ വേശ്യാവൃത്തി ചെയ്യുന്ന അംഗീകാരമുള്ളവരുടെ ഹല്ലേലൂയ ഒരു നാടായിരുന്നു കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനകത്ത് ഈ ദേവാലയത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഈ ദേവാലയം, അതായത് ഈ അന്യ ദേവന്മാരുടെ ദേവാലയങ്ങളിൽ ഈ വേശ്യാവൃതികൾ അവിടെ നടക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു, അവൻ നൃത്തങ്ങൾ ഉൾപ്പെടെ അല്ലെ അസാൻമാർഗികമാകുന്ന പ്രവർത്തികളെ ഈ പട്ടണത്തിന്റെ അകത്തളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സമ്പത്തും സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ പാപവും അസാൻമാർഗികതയും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. എന്നാൽ അതിന് ഇന്നും ഒരു മാറ്റമില്ല. സമ്പത്തും സൗകര്യങ്ങളും അതിന്റെ മുൻപിൽ വർദ്ധിച്ചു വരുമ്പോൾ വിളിച്ച ദൈവത്തെ മറന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ മുൻപിൽ വിളിക്കപ്പെട്ടവന്റെ ഓട്ടത്തെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അസാൻമാർഗതയും പാപവും ഇന്നും നമ്മുടെ നടുവിലേക്ക് ഇന്നും വലിയ രീതിയിൽ അവൻ വളർന്നു വരുന്നുണ്ട്. സ്തോത്രം. അതിനകത്ത് പെട്ടുപോകാൻ, അതിനകത്ത് വീണു പോകാൻ നാം ഇടവരരുത് ദൈവജനമേ. ഹല്ലേലൂയ. ഇങ്ങനെ നിൽക്കുന്ന ഒരു കുരിന്തിനെ പോലെ കേട്ടോ, അവിടെ ആ കാലഘട്ടത്തിൽ ഒരു കുരിന്തിനെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ നീ ഒരു കുരിന്തിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, നീ ഒരു കുരിന്തിനെ പോലെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും വഷളനായി, ഏറ്റവും പാപിയായി, ഏറ്റവും മോശക്കാരനായി എന്നൊരു അർത്ഥത്തിലായിരുന്നു എന്ത് ചെയ്യുന്നത്, നീ ഒരു കൊരിന്തിനെ പോലെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു കൊരിന്തിനെ പോലാണല്ലോടാ, അല്ലെങ്കിൽ നീ ഒരു കൊരിന്തിനെ പോലെ, നീ ഒരു കൊരിന്തിനുള്ള ഒരു ആണല്ലോടി എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഏറ്റവും വഷളനായി, ഏറ്റവും മോശക്കാരനായി, ഏറ്റവും പാപം ചെയ്യുന്ന ഒരുവനെ പോലെയാണ് ജീവിക്കുന്നുള്ളൊരു അർത്ഥത്തിൽ പോലും എന്ത് ചെയ്തു, ഈ പട്ടണം മാറിക്കഴിഞ്ഞു. എന്നാൽ അവിടേക്കാണ് ദൈവത്തിന്റെ വചനമെത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടേക്കാണ് ദൈവത്തിന്റെ വചനമെത്തിയത്. ഹല്ലേലൂയ. അവിടേക്കാണ് പൗലോസിന്റെ മിഷണറി യാത്ര ഹല്ലേലൂയ ദൈവാത്മാവിൽ പൗലോസ് നീക്കുവാനിടയായത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എത്തുന്നിടത്ത്, ദൈവത്തിന്റെ ഹല്ലേലൂയ അവൻ സുവിശേഷം എത്തുന്നിടത്ത് എല്ലാ അസാൻമാർഗതയും നീക്കുവാൻ ശക്തിയുള്ള ദൈവവചനമാണ് കൊരിന്ത് പട്ടണത്തെ സന്ദർശിച്ചത്. ഹല്ലേലൂയ. എന്നാൽ കൊരിന്തിന്റെ മുഖച്ഛായയെ മാറ്റിയത് അവിടുത്തെ ദേവീ ദേവന്മാരല്ല, കൊരിന്തിന്റെ മുഖച്ഛായയെ മാറ്റിയത് അവിടുത്തെ ദേവീ ദേവന്മാർ ക്ഷേത്രങ്ങളല്ല, കൊരിന്തിന്റെ മുഖച്ഛായ മാറ്റിയത് അവിടുത്തെ ഭരണാധികാരികളല്ല, കൊരിന്തിന്റെ മുഖച്ഛായ മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. എന്റെയും നിന്റെയും മുഖച്ഛായ മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. എന്റെയും നിന്റെ മുഖച്ഛായ മാറ്റിയത് ദൈവത്തിന്റെ വചനമാണ്. അസ്ഥാനത്തിന് നടുവിൽ കിടന്ന്, പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന്
ആരാണ് തളർപ്പെട്ട് കിടന്ന് പല വാതിലുകൾ പൊട്ടിയടക്കപ്പെട്ട് കിടന്ന് എന്റെ ജീവിതത്തിന്റെ മുഖത്തെ മാറുന്നത് ഈ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഈ വചനം പറഞ്ഞത്, ഈ ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ അതുകൊണ്ടാണ് ഈ ദൈവവചനത്തിന്റെ കീഴിൽ താണിരിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവൻ പഠിപ്പിക്കുന്നത്. സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെ ഹല്ലേലൂയ അവൻ ചരിത്രപരമായി ഈ വേദപുസ്തകത്തിൽ നിന്നും കൊരിന്ത പട്ടണത്തെ പറ്റിയും ഹല്ലേലൂയ അവൻ സ്തോത്രം ഈ ലേഖനത്തെ പറ്റിയും കിട്ടിയെന്ന് ഞാൻ ദൈവാത്മാവിൽ വിശ്വസിക്കുന്നു. സന്തോഷത്തോടെ നൽകുന്ന ദൂതിലേക്ക് കടക്കുന്നു. നാം വായിക്കപ്പെട്ടത് കർത്താവിന്റെ സ്വഭാവത്തിനെതില്ല മാറ്റമില്ല. അവൻ ഊവെന്ന് പറഞ്ഞാൽ എന്താണ്? ഊവെന്ന് തന്നെ പറഞ്ഞ ദൈവമാണ്. അല്ലെങ്കിൽ അവൻ നമ്മളോട് എന്തെങ്കിലും വാക്തത്വം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊവെന്ന് തന്നെയായിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. കർത്താവാണ് അവൻ വാക്തത്വങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവമാണ്. സ്തോത്രം. അതാ നിങ്ങൾക്ക് വാക്തത്വം ഒന്നും കിട്ടിയിട്ടില്ല. കർത്താവ് വാക്തത്വങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവമാണ്. കർത്താവ് വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവമാണ്. പോരാ 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 സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവമാണ്. വിശ്വാസത്തിന്റെ വീര്യം പോലെ കേട്ടോ. കർത്താവ് വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ ഞാൻ ആത്മനിറവിൽ നിന്ന് തന്നെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലെന്ന് പറഞ്ഞാൽ അവന് സ്വഭാവത്തിൽ മാറ്റമില്ലെന്നാണ് അർത്ഥം. രക്തത്താൽ ജയമെടുക്കുന്ന, രക്തത്താൽ ജയമെടുക്കുന്ന, രക്തത്താൽ ജയമെടുക്കുന്ന എത്ര വാതിലുകൾ നമ്മുടെ മുൻപിൽ തുറന്നു വന്നു. പലതും കൊട്ടിയടയ്ക്കപ്പെട്ടില്ലേ? എത്ര നന്മയുടെ വഴികൾ നമ്മുടെ മുൻപിൽ തുറന്നു വന്നു, കൊട്ടിയടയ്ക്കപ്പെട്ടില്ലേ? എത്ര സഹായങ്ങൾ തുറന്നു വന്നു, കൊട്ടിയടയ്ക്കപ്പെട്ടില്ലേ? ആരെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞു. ദൈവജനമേ, മറന്നു കളഞ്ഞില്ലേ? നിന്റെ മുൻപിലേക്ക് ആരൊക്കെ കരം നീട്ടി, എന്നാൽ സാഹചര്യം വന്നപ്പോൾ ആ കരങ്ങൾ പിന്നിലേക്ക് വലിച്ചില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഇന്ന് ഉറപ്പിക്കുകയല്ല ദൈവം. ഞാൻ നിന്നോട് പറഞ്ഞത് ഇന്ന് ഉറപ്പിക്കുകയല്ലേ? അവർ ഇന്ന് നിന്നോട് പറയുന്ന വാഗ്ദത്തങ്ങൾ അതിന് മാറ്റമുണ്ടോ? മാറ്റമില്ല. പറയുന്നു ഇന്ന് നിന്റെ അവസ്ഥയുടെ മുഖത്ത് സംസാരിക്കാൻ പോവുകയാണ്, കൽപ്പിക്കാൻ പോവുകയാണ്, ഉറപ്പ് കൽപ്പിക്കാൻ പോവുകയാണ്, ഉറപ്പ് നീ പിന്മാറി പോകാനില്ല. നീ അതിന്റെ മുൻപ് ഉപവസിക്കുന്നവരെ പോലെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരെ പോലെ ദൈവം നിന്നോട് പറഞ്ഞല്ലോ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എന്ന് തന്നെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പരിഭ്രാന്തരായിട്ടാണോ ഇരിക്കുന്നത്? ഉള്ള കലങ്ങിയാണോ ഇരിക്കുന്നത്? ലോകത്തിന്റെ പോക്കും ലോകത്തിന്റെ ഇന്നത്തെ സിറ്റുവേഷനും കണ്ട് ഈ വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിക്കുമെന്ന് കരുതിയാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനത്തിലൂടെ നിങ്ങളോട് ഒരു ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ. അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേന്ന് തന്നെയായിരിക്കും. ഹല്ലേലൂയ. എന്താണ് വചനത്തിൽ ഇതിനുള്ള തെളിവ്? ഹല്ലേലൂയ. ആ വിശ്വാസം അന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്തൊരു വലിയ വാഗ്ദത്തമുണ്ട്. അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തം? ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നിന്റെ വിളിയാൽ നിന്റെ തെരഞ്ഞെടുപ്പിനാൽ ഞാൻ എന്റെ പിതൃഭവനം വിട്ടു. ഹല്ലേലൂയ. ഞാൻ എന്റെ ദേശം വിട്ടു. ഹല്ലേലൂയ. ഞാൻ നീ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തിലേക്ക് ഹല്ലേലൂയ ആമേൻ ഞാൻ നിന്റെ വിളി മുഖാന്തരം ആമേൻ ഞാൻ കടന്നു പോകുവാൻ ഇടയായി. ഹല്ലേലൂയ. എന്നാൽ ദീർഘനാളുകൾ കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, ഹല്ലേലൂയ, ഞാൻ നീ പറഞ്ഞ ദേശം, ആ കനാൻ ദേശം, ആ വാഗ്ദത്ത നാട് അവകാശമാക്കുമ്പോൾ
അല്ല എനിക്ക് പ്രായം കുറയായി, ഇന്ന് കാലഘട്ടങ്ങൾ കുറെ കഴിഞ്ഞു, സാഹചര്യങ്ങൾ കുറെ കഴിഞ്ഞു പോയി. പക്ഷേ എന്റെ അവകാശം ഞാൻ ഏതിൽ നിന്ന് പ്രാപിക്കും? എന്റെ അവകാശം പ്രാപിക്കുവാൻ ഹല്ലേലൂയ എനിക്കൊരു തലമുറയില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സന്തതി ഹല്ലേലൂയ ഈ ദേശം അവകാശമാക്കുമെന്നും അതിലെ നന്മകൾ അനുഭവിക്കുമെന്നും കടലിലെ സ്തോത്രം മണൽത്തരികൾ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സ്തോത്രം നിന്റെ സന്തതിയെ എണ്ണിക്കൂടാതെ വണ്ണം ദേശത്തിന്റെ അകത്ത് വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞ ദൈവമേ ഹല്ലേലൂയ, ഞാൻ നിന്നോട് ചോദിക്കുകയാ, ഇന്ന് വരെ ഹല്ലേലൂയ സ്തോത്രം ഈ വാർത്തക സമയം അടുക്കുന്ന സമയം ഹല്ലേലൂയ സ്തോത്രം എവിടെയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്റെ അവകാശി, എന്റെ ചോരയിൽ എന്റെ ഹല്ലേലൂയ ജീവനുള്ള ഒരു തലമുറയാകണ്ടേ. പക്ഷേ എന്റെ ഭാര്യയുടെ ഉദരം ഇന്ന് മടയപ്പെട്ട് കിടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രായം ഹല്ലേലൂയ ഏതാണ് സെഞ്ചുറിയായി. ഹല്ലേലൂയ പ്രായം ഹല്ലേലൂയ സെഞ്ചുറി അടിച്ച് നിൽക്കുമ്പോൾ അബ്രഹാം പറയുകയാ ഹല്ലേലൂയ ഹല്ലേലൂയ വർഷങ്ങൾക്ക് പുറകിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ദൈവമേ ഇന്നും കിടക്കുകയാ. പക്ഷെ ഇന്നും വാഗ്ദത്തം പുറപ്പെടാനുള്ള ഉദരം അടഞ്ഞു കിടക്കുകയാ. ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ വർഷങ്ങൾക്ക് പുറകിൽ കിടക്കുകയാ. പക്ഷേ വാഗ്ദത്തം പുറത്തു വരാനുള്ള ഉദരം അടഞ്ഞു കിടക്കുകയാ. ഇന്ന് മുതൽ പരിശുദ്ധാത്മാവൻ ഒരു ദൂത് ഞാൻ പറയട്ടെ, അവൻ വർഷങ്ങൾക്ക് പുറകിൽ കാലഘട്ടങ്ങൾക്ക് പുറകിൽ നിന്നോട് അറിയിച്ച വാഗ്ദത്തങ്ങൾ ഇന്നും നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ വാഗ്ദത്തം പുറപ്പെടാനുള്ള ഉറവ എവിടെയോ അടഞ്ഞു കിടക്കുകയാ. ഇന്ന് മുതൽ നിങ്ങളുടെ എഴുന്നേറ്റ് ഭവനത്തിൽ മടങ്ങി പോകുമ്പോൾ വാഗ്ദത്തം വെളിപ്പെടാനുള്ള ഉറവുകളെ വന്നില്ല. മടങ്ങി പോകാവുള്ളൂ. ദൈവത്തിന്റെ ശബ്ദം പ്രാർത്ഥിച്ചോ. വാഗ്ദത്തങ്ങളുടെ ഡേറ്റ് പറഞ്ഞ്, വാഗ്ദത്തങ്ങളുടെ പറഞ്ഞ്, വാഗ്ദത്തങ്ങൾ വരുന്ന വഴി പറഞ്ഞ് പലരും നിങ്ങളോട് ദൂന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വാഗ്ദത്തം വെളിപ്പെടാനുള്ള പോലെ എവിടെയോ വാഗ്ദത്തത്തിന്റെ അടങ്ങിയെടുക്കുകയാ. എന്ന് പറയുമ്പോൾ സ്വഭാവത്തിൽ മാറ്റമില്ലാത്ത കാലവഴക്കങ്ങൾ വാക്കിനുണ്ടെന്നിരിക്കാം, കാലവഴക്കങ്ങൾ ആലോചനകൾ കൊണ്ടുവന്നിരിക്കാം, കാലവഴക്കങ്ങൾ ദൂതനുണ്ടെന്നിരിക്കാം. പക്ഷേ കാലവഴക്കം ദൂതനായിരിക്കാം, അറിയിച്ചവന് കാലവഴക്കമില്ല, അറിയിച്ചവന് അറിയിച്ചവൻ ജീവനുള്ള ദൈവമാണ്. പ്രാർത്ഥിച്ചോ 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 ഏർപ്പെടുത്തോ. അബ്രഹാം എപ്പോഴും കർത്താവിനോട് ചോദിച്ചാൽ ദൈവം പറഞ്ഞൊരു കാര്യം, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന്. ഞാൻ നിന്നെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ എന്ത് ചെയ്യും? സന്താനം ഒറ്റയുള്ളവനാക്കി തീർക്കും. നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ദേശം കൈവശമാക്കും. ഹല്ലേലൂയ. നിന്റെ തലമുറ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അബ്രഹാം എപ്പോഴെല്ലാം പരാധീനങ്ങളുമായിട്ട് ചെന്നാലും കർത്താവിന് ഇതേ പറയാറുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം ഏതെല്ലാം സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിന് ഇതേ പറയാനുണ്ട്. ഇല്ല, കാരണം അറിയാവോ? അവൻ സ്വഭാവത്തിൽ മാറ്റമില്ലാത്ത സ്വഭാവത്തിന് വിളിച്ചിറക്കിയപ്പോൾ ദൈവം പറഞ്ഞൊരു ആലോചന ഉണ്ടെന്നേ. സ്തോത്രം. അതിനകത്ത് ദൈവത്തിന് മാറ്റമില്ല, പക്ഷെ നമുക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് എന്ത് ചെയ്യണം?
ഇന്ന് പകൽക്കാലം ഒരു ആത്മപരിശോധന നടത്തി ഇവിടെ പോകാവുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ദൈവവിളിയായിരുന്നോ? സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയായിരുന്നോ? ഹല്ലേലൂയ. വിശ്വാസിയായിരുന്നോ? ഹല്ലേലൂയ. ഏതായിരുന്നു ദൈവത്തിന്റെ വിളി? ഹല്ലേലൂയ. അവൻ അത് ഇന്നും നമ്മുടെ മുൻപിൽ ദൈവം ഉറപ്പിച്ചു വെച്ചേക്കുക. അത് കർത്താവ് അതേന്ന് തന്നെയാ പറഞ്ഞേക്കുന്നത്. അത് എന്താണോ നിന്നോട് പറഞ്ഞ ദൈവാലോചന, അത് ദൈവം ഇന്നും പറഞ്ഞത് അതേന്ന് തന്നെയാ. പക്ഷെ നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്, നമുക്ക് എവിടെയെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ആത്മപരിശോധന ചെയ്യാൻ ദൈവാത്മാവ് ഒരു ആലോചന കൈമാറും. അബ്രഹാം പറഞ്ഞു, കർത്താവേ നീ പറയുന്നത് ശരിയാ, പക്ഷേ ഈ ഹല്ലേലൂയ വാഗ്ദത്തം വെളിപ്പാട് ഉദരം എന്ത് ചെയ്യാ? അടഞ്ഞു കിടക്കുക. സ്തോത്രം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആമേ, ഈ അബ്രഹാമിന്റെ ഈ വാഗ്ദത്തങ്ങളെ കുറിച്ച് ദൈവം പറയുമ്പോൾ, ആമേ, സ്തോത്രം, വേദഭാഗം വായിക്കുമ്പോൾ ഇങ്ങനൊരു പദം നമുക്ക് കാണാം. നിർജീവത്വമായി കിടക്കുന്ന ഉദരത്തെ ദൈവം എന്ത് ചെയ്തു? ജീവനുള്ളതാക്കി തീർന്നു. സ്തോത്രം. എന്താണ്? മെഡിക്കൽ മിറാക്കിൾ എന്ന് പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നിർജീവത്വമായി കിടക്കുന്ന ഉദരത്തെ ദൈവം എന്ത് ചെയ്തു? ജീവത്വമുള്ളതാക്കി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അബ്രഹാം നോക്കിയത് മാനുഷിക കണ്ണുകൊണ്ടാണ്. മാനുഷിക കണ്ണുകൊണ്ട് നോക്കിയ അബ്രഹാമിന് വാഗ്ദത്തം നിർജീവത്വമായി. മാനുഷിക കണ്ണുകൊണ്ട് നോക്കിയ അബ്രഹാമിന് ഉദരം നിർജീവത്വമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ജീവനുള്ളവൻ പറയുക അത് ജീവത്വമുള്ളവനാക്കി തീർക്കാൻ. ഇന്ന് പകൽക്കാലം ദൈവജനമേ, നാം പലപ്പോഴും നമ്മോട് അറിയിച്ച ദൂതുകളെ, നമ്മോട് അറിയിച്ച വാഗ്ദത്തങ്ങളെ നോക്കുന്നത് മാനുഷിക കണ്ണുകൊണ്ടാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്കത് നിർജീവത്വമായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ല, അത് വെളി ചാൻസും ഇല്ല, നടക്കുന്ന കാര്യമല്ല. പക്ഷേ ദൈവാത്മാവ് പറയുന്നു, നിർജീവത്വത്തെ ജീവനുള്ളതാക്കി തീർക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കണ്ടോ? ഹല്ലേലൂയ. അബ്രഹാം മാനുഷിക കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ അവന് പലതും നിർജീവത്വമായി. വാഗ്ദത്തങ്ങളുടെ ഉദരം നിർജീവത്വമായി കിടക്കുമ്പോൾ ദൈവം പറയുക, മകനെ, നീ നോക്കിയത് നിർജീവത്വത്തിലായിരിക്കാം, പക്ഷെ ഞാൻ നിന്നെ നിർത്താൻ പോകുന്നത് ജീവനോടെയാണ്. സ്തോത്രം, 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 സ്തോത്രം. ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെല്ലാം എന്തുള്ളതാണ്? ജീവനുള്ളതാണ്. അല്ലേ? സ്തോത്രം. ദൈവം പറയുന്ന ആലോചനകളെല്ലാം നമ്മുടെ എന്തുള്ള? ജീവനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ഇരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലേ? വാഗ്ദത്തങ്ങൾ കൈയും കാലും ഒക്കെയുള്ള മനുഷ്യനെ പോലെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അത് ചലിക്കും, അത് സംഭവിക്കും, അത് നടക്കും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം വാക്കു പറയാൻ കേവലം ദൈവം ആരല്ല? മനുഷ്യനല്ല. സ്തോത്രം, സ്തോത്രം. വാക്കു പറയാൻ, വാഗ്ദത്തമരുളാൻ, ആലോചന അറിയിക്കാൻ കേവലം ദൈവം ആരല്ല? മനുഷ്യനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ടോ? അബ്രഹാം നോക്കിയത് നിർജീവത്വത്തിലായിരിക്കുമ്പോഴും ദൈവം വീണ്ടും വീണ്ടും വാഗ്ദത്തം ഉറപ്പിക്കും. ഇന്നൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ദൈവാലോചന ഒന്നിൽ കൂടുതൽ നിങ്ങളോട് എന്തെങ്കിലും ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. സിറ്റുവേഷൻ മാറുമ്പോ എന്ത് ചെയ്യത്തില്ല? വാഗ്ദത്തവും മാറത്തില്ല, ദൈവാലോചനയും മാറും. കാരണം അവൻ എന്ന് പറഞ്ഞാൽ, അവൻ അതേ എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്,
അതിനാണ് പൗലോസ് പറഞ്ഞത്, അവൻ അങ്ങനെ തന്നെ അതേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് ആമേൻ പറയാനിടയായി. സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. ഒന്ന്, അബ്രഹാമിൽ ഉറപ്പിച്ച വാക്ക്. സ്തോത്രം. അത് അങ്ങനെ തന്നെയായിരുന്നു. അത് അതേ എന്ന് തന്നെയായിരുന്നു. സ്തോത്രം. Praise the Lord. രണ്ട്, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞൊരു വാഗ്ദത്തം, അതും അങ്ങനെ തന്നെയായിരുന്നു. അതേ എന്ന് തന്നെയായിരുന്നു. യാഗപീഠത്തിന്റെ ഏകത്ത് യാഗവസ്തുവിനെ പിളർക്കാതെ വന്നപ്പോൾ ദൈവത്തിന്റെ ഒരു ആലോചന ദൈവം കൈമാറാനിടയായി. അടിമമുഖത്തിലേക്ക് എന്ത് ചെയ്തു? ഇസ്രായേൽ ജനത്തിന് ദൈവം തള്ളിക്കളഞ്ഞു. എന്നാൽ അന്നും വാഗ്ദത്തം എന്ത് ചെയ്യുക? തലയ്ക്ക് മുകളിൽ കിടക്കണം. അന്നും വാഗ്ദത്തം എന്ത് ചെയ്യുക? തലയ്ക്ക് മുകളിൽ കിടക്കുക. എന്താ വാഗ്ദത്തം? അവകാശമാക്കുന്ന ദേശം. അവകാശമാക്കുന്ന ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടിമത്തം ശരിയാ, ദൈവകൽപ്പന തെറ്റിച്ചതാ ശരിയാ. കൊല്ലങ്ങൾ അടിമനുഖത്തിന്റെ കീഴിൽ കിടന്നതാ, ഇഷ്ടിക ചുമന്നതാ, ഇഷ്ടിക പണിതതാ, അധ്വാനിച്ചതാ. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ അങ്ങേയറ്റം, പലവിധമാകുന്ന പീഡകളുടെ അങ്ങേയറ്റം ജനം കടന്നുപോയതാ. പക്ഷെ അന്നും വാഗ്ദത്തം തലയ്ക്ക് മുകളിൽ എന്ന് അവകാശമാക്കുന്ന ദേശം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. പുറപ്പാട് പുസ്തകം 6:4. പുറപ്പാട് പുസ്തകം. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോടൊരു നിയമം എന്താ ചെയ്തിരിക്കുന്നു. മിസ്രയീമിനെ അടിമകളാക്കിയിരിക്കുന്നു ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ട് എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. കണ്ടോ? വാഗ്ദത്തം കണ്ടോ? പക്ഷെ ഇപ്പൊ എവിടാ കിടക്കുന്നത്? മിസ്രയീമിയ അടിമ മുഖത്തിന്റെ കീഴിൽ. വാഗ്ദത്തം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എവിടെയാ? മിസ്രയീമ്യ ദേശത്താണ്. പക്ഷെ ദൈവാത്മാവ് അവിടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ അവരെ വിടുവിക്കുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം അവരുമായിട്ട് നിയമം ചെയ്ത് ഉറപ്പിച്ച് അവർക്ക് വാക്കു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ കനാൻ ദേശത്തിന്റെ വാഗ്ദത്തം അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. കർത്താവ് അത് ഓർത്തെന്നാ പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്രം. അവരുടെ ഞെരക്കം കേട്ട് എന്ത് ചെയ്തു? നിയമത്തെ ഓർത്തു. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് വാഗ്ദത്തം പ്രാപിച്ചിട്ടും വാഗ്ദത്തം ഉണ്ടായിട്ടും മിസ്രയീമ്യ അടിമമുഖത്തിന്റെ അവസ്ഥയാണ് വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനൊക്കെ എന്തായി? ഇങ്ങനൊന്നും പോയാ പോരാ. വചനം പറയാം, ഞരക്കം എന്ത് ചെയ്തു? ദൈവം കേട്ട് നിയമത്തെ എന്ത് ചെയ്തു? ഓർത്തു. സ്തോത്രം. ഞാൻ പലരും പറഞ്ഞ കേട്ടോണ്ട്. സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല? ഒരു നന്മ അങ്ങോട്ട്. വാഗ്ദത്തം ഇന്നും എവിടെ കിടപ്പുണ്ട്? വാഗ്ദത്തം എന്നും ദൈവം പറഞ്ഞ ആലോചനകൾ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ എല്ലാം അവിടെ കിടപ്പുണ്ട്. പക്ഷെ എവിടെയോ ഏതോ ഒരു ഭാഗത്ത്, ഏതോ ഒരു ഹല്ലേലൂയ സ്തോത്രം പൊസിഷനിൽ നമുക്ക് ഏതോ ഒരു ഹല്ലേലൂയ അവൻ പ്രവൃത്തിയിൽ നമുക്ക് എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞരങ്ങാൻ തയ്യാറാണോ? ഇന്ന് പകൽ ദൈവസന്നദ്ധയിൽ കണ്ണുനീരൊഴുക്കാൻ തയ്യാറാണോ? ഇന്ന് പകൽ ദൈവകൃപയിൽ ഹല്ലേലൂയ, കർത്താവ് എന്റെ ജീവിതത്തിൽ എവിടെയാ കുറവ്?
എന്റെ ജീവിതത്തിൽ എവിടെയാ തെറ്റ്? ഈ മിസ്ത്രീനി അനുഭവത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ കർത്താവേ എന്നെ പുറത്തു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, നിന്റെ ഞരക്കത്തെ കേട്ട് അവൻ തന്റെ നിയമത്തെ അവൻ ഓർത്തിരിക്കുകയോ. അവൻ വാഗ്ദത്തം അനുഭവിക്കേണ്ട ജനമേ, അവൻ ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കേണ്ട ജനമേ, ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കേണ്ട ജനമേ, ഹല്ലേലൂയ. നീ മിസ്രയീം അടിമമുഖത്തിൽ നിന്ന് കിടന്നു പോകേണ്ടവരല്ല. നിന്റെ വാഗ്ദത്തം മിസ്രയീം കൊണ്ട് നിർത്താനല്ല. നിന്റെ വാഗ്ദത്തം മിസ്രയീമിന്റെ ചുമരുകളുടെ മുകളിൽ അവൻ ഒട്ടിച്ചു വെച്ചതല്ല. നിന്റെ വാഗ്ദത്തം അവിടെ കൊണ്ട് തീരാനല്ല. നിന്റെ വാഗ്ദത്തം അടിമമുഖത്തിന്റെ മുകളിൽ പെട്ടുപോകത്തില്ല. നിന്റെ വാഗ്ദത്തം മിസ്രയീമിന്റെ മണ്ണിന്റെ കുഴിയിൽ കുഴിച്ചിടാനല്ല. പിന്നെ നിന്റെ വാഗ്ദത്തം നിന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ്. നിന്റെ വാഗ്ദത്തം നിന്നെ പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇന്ന് വചനം കേൾക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ദൈവാനന്ദനെ അറിയിക്കുന്നു. അടിമമുഖത്തിൽ കട്ടളയിൽ കിടക്കുന്നവരോട് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. സ്തോത്രം. നിന്നെ ഞെരുക്കുന്ന ചില വിഷയങ്ങളില്ലേ? ഹല്ലേലൂയ. നിന്നെ കഷ്ടതയിലാക്കിയ ചില വിഷയങ്ങളില്ലേ? നിന്നെ ഹൃദയത്തിന്റെ വേദനകൾ കൊണ്ട് നിന്നെ ഭാരമേൽപ്പിക്കുന്ന വിഷയങ്ങളില്ലേ? ഈ കഷ്ടത മുഖാന്തരം നിന്റെ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിന്റെ മാനസികമായി തളർത്തിക്കളയുന്ന വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഞരക്കം കേട്ട് അവൻ തന്റെ നിയമത്തെ ഓർത്തിരിക്കുകയാ. നിന്റെ ഞരക്കം കേട്ട് അവൻ തന്നെ നിയമത്തെ ഓർത്തിരിക്കുകയോ. നിന്റെ ഞരക്കം കേട്ട് അവൻ നിയമത്തെ ഓർത്തിരിക്കുകയോ. അവൻ മറന്നു പോയിട്ടില്ല. അവൻ മറന്നു പോയിട്ടില്ല. നിന്റെ കണ്ണை കളഞ്ഞിട്ടില്ല. നിന്റെ അത് മുഖം തിരിച്ചിട്ടില്ല. അവൻ തിരിച്ചു നടന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഞരക്കം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ടല്ലോ. അവൻ തന്നെ നിയമത്തെ രണ്ടാമത്തെ വിഷയം അവിടെ പറയുകയാ, അവൻ ഉദ്ധരിക്കുന്ന ദൈവമാണ്. എങ്ങനെ ഉദ്ധരിക്കുന്നത്? ആറ് വായിക്കുമ്പോൾ ഹല്ലേലൂയ. എങ്ങനെയാണ് അവൻ ഉദ്ധരിക്കുന്നത്? സ്തോത്രം. എങ്ങനെ ഉദ്ധരിക്കും? നീട്ടിയ ഭുജം കൊണ്ടും, ഹല്ലേലൂയ, മഹാശിക്ഷാ വിധികൾ കൊണ്ടും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാ വിധി കൊണ്ടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മെ അടിമനുഖത്തിൽ നിന്നും, ദൈവം നമ്മെ കഷ്ടതയുടെ, പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധികളുടെ, ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം നമ്മെ എങ്ങനെ ഉദ്ധരിക്കുന്നെന്ന് അറിയാമോ? അവൻ തന്നെ ഹല്ലേലൂയ നീട്ടിയ ഭുജം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ നീട്ടിയ കരം കൊണ്ടാണ് വിടിവിക്കുന്നത്. സ്തോത്രം. അവൻ നീട്ടിയ ഭുജം കൊണ്ട് അവൻ നമ്മെ വിടിവിക്കുന്ന ദൈവമാണ്. ദൈവകരം കാണാതെ പോകരുത്. ദൈവകരം അറിയാതെ പോകരുത്. ഹല്ലേലൂയ. എവിടെയൊക്കെ ദൈവത്തിന്റെ അമാനുഷികമാകുന്ന കരങ്ങൾ എവിടെയൊക്കെ ദൈവകരം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഇന്ന് ഒന്ന് എടുത്തു പഠിച്ച് ജീവിതത്തിന്റെ താളുകളൊന്ന് മറിച്ച് പിറകിലേക്ക് നോക്കിക്കേ. ഏതെല്ലാം അവസ്ഥകൾ കടന്നു വന്നു, ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നു, ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ ഭവനം കടന്നുപോയി, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ ജീവിതം കടന്നുപോയി, അവിടെയെല്ലാം ദൈവം നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒരു നീട്ടിയ ഭുജം നാം കണ്ടതല്ലേ? അത് ഉപയോഗിച്ചല്ലേ ദൈവം നമ്മെ വിടുവിച്ചത്? ആ നീട്ടിയ ഭുജം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലേ? ഇന്ന് പകൽക്കാലം മറന്നു പോകല്ലേ. അവൻ നമ്മെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇന്നും ആ ദൈവകരം ഹല്ലേലൂയ സ്തോത്രം കുറുകിപ്പോയിട്ടില്ല കേട്ടോ. ഇന്നും ആ ദൈവകരം കുറുകിപ്പോയിട്ടില്ല. ഇന്നും ആ ദൈവകരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒരു ദൈവാലോചന പറയാം. നിന്നെ ഉദ്ധരിക്കേണ്ടതിന്, നിന്നെ പുറത്തു കൊണ്ടുവരേണ്ടതിന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നീട്ടിയ ഭുജം നിന്റെ ഭവനത്തിന്റെ അകത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവാലോചന ഇന്ന് പകൽ നിന്നോട് കൈമാറുകയാണ്.
അപ്പലത്തിൽ നിനക്ക് വെളിപ്പെടാൻ പോലെയോ ദൈവത്തിന്റെ നീട്ടിയ ഭുജം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോലെയോ ദൈവത്തിന്റെ നീട്ടിയ ഭുജം നിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ നീട്ടിയ ഭുജം ജോലിയുടെ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ നീട്ടിയ ഭുജം നിന്റെ വാർത്തയ്ക്കകത്ത് ദൈവത്തിന്റെ നീട്ടിയ ഭുജം നിന്റെ കർത്തവ്യങ്ങളെക്കുറിച്ച് ആ ദൈവത്തിന്റെ നീട്ടിയ ഭുജം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്തോത്രം. കണ്ടോ, ദൈവം തന്റെ മക്കളോട് പറഞ്ഞ വാഗ്ദത്തം എന്താ? ഉറപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. അത് അങ്ങനെ തന്നെയാണ്. അതേ എന്ന് തന്നെ. ഉദ്ധരിക്കുമെന്ന് പറഞ്ഞാൽ, വിടുവിക്കുമെന്ന് പറഞ്ഞാൽ, പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ, തുറക്കുമെന്ന് പറഞ്ഞാൽ, ജീവിക്കുമെന്ന് പറഞ്ഞാൽ, ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ. അത് അതേ എന്ന് തന്നെയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം വാഗ്ദത്തങ്ങളെ മാറ്റുവാൻ അവൻ മനുഷ്യനല്ല, അവൻ ജീവിക്കുന്ന ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്തവനായ ദൈവം. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന കർത്താവ്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം വന്നിരിക്കുന്നത് കേവലം മാനുഷിക ശക്തികളുടെ മുൻപിലല്ല, ആ നീട്ടിയ ഭുജത്തിന്റെ കീഴിലാണ്. ആ നീട്ടിയ ഭുജത്തിന്റെ കീഴിലാണ്. അത് എന്നെയും നിന്നെയും വിട്ട് മാറുന്ന ഭുജമല്ല. ആ വാഗ്ദത്തം നിന്റെ മേൽ എന്ന് വെളിപ്പെടുമോ അന്ന് വരെ ആ നീട്ടിയ ഭുജമുണ്ടാകും. അത് മാറുന്നില്ല. അത് മാറാത്തതിന്റെ കാര്യം അത് അവന്റെ വാക്കുറപ്പിക്കുന്ന ഭുജമാണ്. നീ മറന്നാലും മാറാതെ വണ്ണം മാറാതെ നിൽക്കുന്ന മാറാത്തവനായ ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ ചലനമുള്ള ദൈവിക ഭുജമാണ്. അതങ്ങനെ തന്നെയാണ്. അത് അതേന്ന് തന്നെയാണ്. എന്താണ് ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തം? എന്താണ് ദൈവം നമ്മളോട് അതേ എന്ന് ഉറപ്പിച്ച ചില വാഗ്ദത്തങ്ങൾ? സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, പാപമോചനത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചു. സ്തോത്രം. പാപമോചനത്തിന്റെ വാഗ്ദത്തം. സ്തോത്രം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാനുള്ള വാഗ്ദത്തം. സ്തോത്രം. ഹല്ലേലൂയ. അതെങ്ങനെയാണ് ദൈവം അതേ എന്ന് ഉറപ്പിച്ചത് എന്നാണ് പറയാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതെങ്ങനെ ഉറപ്പിച്ചു? സ്തോത്രം. ഹല്ലേലൂയ. പാപത്തിൽ നിന്നും വിടുവിപ്പാൻ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം. അത് എവിടെ നിന്ന് തുടങ്ങി? അത് ആദിമ മനുഷ്യനിൽ നിന്ന് തുടങ്ങി. ഹല്ലേലൂയ. അതെങ്ങനെ തുടങ്ങി? അത് വീഴ്ചയിൽ നിന്ന് തുടങ്ങി. ഹല്ലേലൂയ. അതെങ്ങനെ ആരംഭിച്ചു? അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മനുഷ്യനാൽ ഏക മനുഷ്യനാൽ പാപവും ഏക മനുഷ്യനാൽ മരണവും വിധിക്കപ്പെട്ടപ്പോൾ അന്ന് ഏക മനുഷ്യനാൽ ഒരു രക്ഷാ പദ്ധതിയും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് പാപത്തിങ്കൽ നിന്നുമുള്ള മോചനം എന്ന വാഗ്ദത്തം. ഹല്ലേലൂയ. അത് ദൈവം നമ്മെ ഉറപ്പിച്ചിരിക്കുന്നത് അതെ എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി കണ്ടോ? അല്ലേ, നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ വിടുവിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. അപ്പൊ പാപമോചനത്തിനുള്ള വാഗ്ദത്തം ദൈവം നമുക്ക് എന്ത് ചെയ്യാം? ഉറപ്പിച്ച് നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപ മോചനത്തിനായുള്ള സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയുന്നേ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോടുള്ള പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെ എന്താ? അത് ഉവ്വെന്ന് തന്നെയാണ്. നമ്മെ പാപത്തിൽ നിന്നും ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഉവ്വെന്ന് തന്നെയാണ്. അതുകൊണ്ടല്ലേ നമ്മളല്ല ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ കർത്താവ് ഇവിടെ വന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വാക്കിന് എന്തില്ല? മാറ്റമില്ല. അത് അങ്ങനെ തന്നെയാണ്. അവൻ നമ്മെ നീതീകരിക്കുവാൻ, അവൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു.
Praise the Lord. പാപസംബന്ധമായ ജീവിതത്തിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് അവന്റെ വാഗ്ദത്തത്തിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. തകർന്നു പോകേണ്ട എവിടെയോ ഏതോ ഹല്ലേലൂയ സാഹചര്യങ്ങളുടെ മുഖത്ത് ജീവിതം അറ്റുപോകേണ്ട സാഹചര്യങ്ങളുടെ മുഖത്ത് നിന്നും ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തം എന്നറിയാമോ? പാപമോചിതനാകുവാൻ. ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ വാഗ്ദത്തം അതാണ്, പാപത്തിൽ നിന്നുള്ള മോചനം. പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ വാഗ്ദത്തം എന്താ? പാപത്തിൽ നിന്നുള്ള മോചനം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനാണ് കർത്താവിനെ ഈ താണലോകത്തിലേക്ക് അയക്കാനുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. രണ്ട്, ഹല്ലേലൂയ, നിത്യജീവന്റെ വാഗ്ദത്തം അത് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഉറപ്പിച്ച് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. നിത്യജീവന്റെ വാഗ്ദത്തം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47-ാം വാക്യം വെച്ച് യോഹന്നാന്റെ സുവിശേഷം 6:47. മതി മതി. കണ്ടോ, വിശ്വസിക്കുന്നവർ എന്തുണ്ട്? നിത്യജീവനുണ്ട്. ഇങ്ങനെ പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? പറയുന്നു. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവന്റെ വാഗ്ദത്തം എന്താ? ദൈവം നമുക്ക് നൽകി തന്ന ഉറപ്പിച്ച അതേ എന്ന് പറഞ്ഞു വെച്ച വാഗ്ദത്തം തന്നെയാണ് നിത്യജീവന്റെ വാഗ്ദത്തം. സ്തോത്രം. കേവലം ഈ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. ഇവിടം കൊണ്ട് നാം തീർന്നു പോകുന്നതല്ല നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്തുവാ? നമുക്കൊരു നിത്യജീവൻ. നിങ്ങളുടെ കേട്ടിപ്പോ ഒരു നിത്യജീവനും ഇല്ലെന്ന്. പണ്ടിങ്ങനെ ഒരു ഉപദേശം പറയും, നമ്മളെല്ലാം നരകത്തിൽ പോകാതെ എങ്ങനെയാണല്ലേ? അടുത്ത് കേട്ടത് ഇവിടെ ശരിയാ, നമ്മളെല്ലാം നരകത്തിൽ പോവാൻ എന്തോ ചെയ്തേനൊന്നല്ലേ അവിടുത്തെ അവസ്ഥ. അവിടെ അടുത്ത വിശ്വാസം പറയാം ശരിയാണ്. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിരിക്കുന്നത് ശരിയാണെന്ന്. നമുക്കെന്തുണ്ട്? നിത്യജീവന്റെ വാഗ്ദത്തം. എങ്ങനെ കിട്ടി? പാപമോചനത്തിൽ നിന്ന് കിട്ടി. എങ്ങനെ? അത് ഉറപ്പിച്ച വാഗ്ദത്തമാണ്. എങ്ങനെ ഉറപ്പിച്ചു? അത് അതേ എന്ന് പറഞ്ഞു ഊവെന്ന് പറഞ്ഞു ഉറപ്പിച്ച വാഗ്ദത്തമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് നിത്യജീവന്റെ വാഗ്ദത്തം? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി. പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. പഴയത് കഴിഞ്ഞു പോയി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പുതിയത് നിത്യജീവന് വേണ്ടിയുള്ളതാ. സ്തോത്രം. പുതിയത് നിത്യജീവന് വേണ്ടിയുള്ളതാ. ഇന്ന് പകൽക്കാലം ദൈവജനമേ, നാം ക്രിസ്തുവിങ്കിൽ പുതിയ സൃഷ്ടിയായിട്ടുണ്ടെങ്കിൽ ആ പുതിയ സൃഷ്ടി കേവലം ലോകത്തിന്റെ മുൻപിലുള്ളതല്ല, കേവലം ലോകത്തിന് വേണ്ടിയുള്ളതല്ല, പിന്നെയോ അത് നിത്യജീവന് വേണ്ടിയുള്ളതാണ്. Praise the Lord, praise the Lord, praise the Lord. Hallelujah. ഇന്ന് നിത്യജീവനെയൊക്കെ ത്യജിച്ചു കളയുന്ന നിലവാരത്തിൽ, നിത്യതയെ പോലും ഹല്ലേലൂയ ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മുടെ ആത്മീക ജീവിതം എന്ത് ചെയ്യുക? ആത്മീയ ഹല്ലേലൂയ സ്തോത്രം ആമേ ഹല്ലേലൂയ ആമേ ഈ ഒരു സർക്കിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വളരെ ഇതായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയുന്നു, നീ ക്രിസ്തുയേശുവിങ്കൽ പാപമോചനത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവരാണെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ വാഗ്ദത്തങ്ങളുടെ ഉറപ്പ് പ്രാപിച്ചവരാണെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം ആ പറഞ്ഞ വാക്കുകൾ മാറാതെ അവൻ നിങ്ങളോട് അതെ എന്ന് വാഗ്ദത്തം ഉറപ്പിച്ചു തന്നവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് നിത്യജീവന്റെ വാഗ്ദത്തം ഉറപ്പായി ലഭിക്കും.
ആ നിത്യജീവന്റെ വാക്തത്തിനകത്ത് വേണം നാം നിൽക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ മുന്നിലേക്ക് പോകാം. ഇന്ന് നിത്യജീവിതമൊന്നും നിത്യതയൊന്നും അല്ലെ കർത്താവിന്റെ വരവൊന്നും ഒക്കെ കേൾക്കുമ്പോ ഇന്ന് ബെന്തിക്കോസുകാർക്ക് വലിയ ഒരു അല്ലെ സ്തോത്രം ക്രൈസ്തലോ അനക്കമൊന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഒരു കർത്താവിന്റെ വരവെന്ന് കേൾക്കുമ്പോഴും ദൈവം നിത്യജീവൻ കേൾക്കുമ്പോഴും നിത്യതയെന്ന് കേൾക്കുമ്പോ അകത്തറകളിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു പവർ, ഒരു ശക്തി പുറപ്പെടും. ഹല്ലേലൂയ. ഇന്നെല്ലാവരും ഈ ലോകത്തിന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാം? മടുത്തിരിക്കുക. ചിന്ത മൊത്തം എന്തുവാ? നിത്യജീവനല്ല, ഈ ജീവിതമാണ്. ഈ ജീവൻ എന്ത് ചെയ്യും? ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ വലിയ ഇതൊന്നും തോന്നത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാൻ സമയമായി. ഇനി അധിക സമയങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. സ്തോത്രം. അതുകൊണ്ട് നിത്യജീവൻ എന്ത് ചെയ്യണം? അവകാശമാക്കിക്കണം. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും ഈ ലോകത്തിൽ നേടിയില്ലെങ്കിലും, വേറെ ഒന്നും ഈ ലോകത്തിൽ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും, വേറെ ഒന്നും ഈ ലോകത്തിന്റെ അകത്ത് നമുക്ക് എത്തിപ്പിടിക്കാനോ കൈക്കലാക്കാനോ കഴിഞ്ഞില്ലെങ്കിലും നിത്യജീവനെ ത്യജിച്ചു കളയല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം വേറെ എന്തും നിനക്ക് നേടണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ വേണ്ടെന്നുമല്ല പറയുന്നത്. സ്വന്തം ഹല്ലേലൂയ. നീ ഈ ലോകത്തിൽ പലതും എത്തിപ്പിടിക്കാനും പലതും നേടിയെടുക്കാനും ഓടുമ്പോ നിന്റെ മുൻപിൽ ഒരു നിത്യജീവനും കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എല്ലാവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഇന്ന് പകൽക്കാലം ഉണ്ടായിരിക്കണം. ആ തിരിച്ചറിവിനെ മറന്നുകൊണ്ട് നീ എന്തെങ്കിലും ഓടിപ്പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ കഷ്ടമായിരിക്കും. ഒരുവൻ സകല ലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? സ്തോത്രം അല്ലേ? സർവ്വലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ ഓടിയതൊക്കെ എന്ത് പ്രയോജനം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്ത് ചെയ്യണം? നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? ഒരുങ്ങിക്കോളാം, ഓടിക്കോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് കഷ്ടതയിലും കൈവിടാതെ നമ്മെ ഉറപ്പിച്ചു നിർത്തിയ വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടതയിലും കൈവിടാതെ ഉറപ്പിച്ചു നിർത്തിയ വാഗ്ദത്തം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എസ്രായുടെ പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യം. എസ്ര 13 എബ്രായർ 13:5. എബ്രായർ 13:5. എബ്രായർ 13:5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കേട്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ഞാൻ തന്നെ എഴുതിയിരുന്നു. ഞാൻ തന്നെ അല്ലേ? ഞാൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് അദ്ദേഹം തന്നെയാ. ഞാൻ തന്നെ അരുളി ചെയ്തു. അതങ്ങനെ തന്നെയാ, വേറെ ഒന്നുമല്ല. എന്താണ് പറയുക? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. സ്തോത്രം. ഉപേക്ഷിക്കുകയുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏതിന്റെ മുഖത്ത് എങ്ങനെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറയണമെങ്കിൽ ഉപേക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യണം? കൈവിടത്തില്ലെന്ന് പറയണമെങ്കിൽ കൈവിടുന്ന ഒരു സാഹചര്യം എന്ത് ചെയ്യണം? അത് മനസ്സിലായി? ഒരു കാര്യം നമ്മളോട് ഒരാളോട് പറയണമെങ്കിൽ ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം ജോജിയച്ചാണോ വിജോ പാസ്റ്ററോടോ ഞാൻ പറയണമെങ്കിൽ ആ അഭിപ്രായം പറയാൻ എന്തുണ്ടാവണം? അവിടെ ഒരു കാരണം ഉണ്ടാവണം. വചനം പറയുക, ഞാൻ നിന്നെ ഒരു നാളും എന്ത് ചെയ്യില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിട്ടില്ല എന്ന് പറഞ്ഞാൽ കൈവിട്ട സാഹചര്യങ്ങൾ എന്തുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൈവിടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കരം തന്നവർ ചിലപ്പോ സ്നേഹിതരായിരിക്കാം,
അപ്പനോ അമ്മയോ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, ചാർച്ചക്കാരായിരിക്കാം. കരം പിടിച്ചവരൊക്കെ ഇന്നലകൾ എന്തുണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ കൈവിടപ്പെട്ടുപോയി. സ്തോത്രം. അല്ലെ, നമ്മെ കരം പിടിച്ചവർ, നമ്മെ വഴി നടത്തിയവർ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടായെന്നിരിക്കാം. പക്ഷേ ആ കാര്യങ്ങളെല്ലാം വിട്ടുപോകുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, അവൻ കൈവിടാത്തവനായി നിന്റെ കൂടെയുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഏതെല്ലാം കരങ്ങൾ നിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോയാലും നീ പിടിച്ചിരിക്കുന്ന കരങ്ങൾ, ഹല്ലേലൂയ, അതെല്ലാം താൽക്കാലികമാകട്ടോ. വേറൊരു കരം കാണുമ്പോൾ ചിലപ്പോൾ നിന്റെ കരം വിട്ടെന്നിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്നോട് എന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ നീട്ടിയ ഭുജമുണ്ട്, നിന്നോട് അതെ എന്ന് പറഞ്ഞൊരു ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആ ദൈവാത്മാവ് എന്ന് പറയുന്നു, അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. സ്തോത്രം. അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കഷ്ടതകളുടെ മുഖത്ത് കൈവിട്ടിട്ടില്ലേ? ആമേൻ. ഹല്ലേലൂയ. അവൻ പ്രതിസന്ധികളുടെ മുഖത്ത് കൈവിടപ്പെട്ടു പോയിട്ടില്ലേ? ഹല്ലേലൂയ. സഹായിക്കാമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ മാനുഷികമാകുന്ന, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വാക്കുകളുടെ മുൻപിൽ ആമേൻ നീ സഹായം പ്രതീക്ഷിക്കുന്നപ്പോൾ നിന്റെ കരം പിടിക്കാൻ ആരുമില്ലാതെ നീ ഭാരത്തോടെ ഇരുന്നപ്പോൾ പല കാര്യങ്ങളും നിന്നെ കണ്ട് മാറിപ്പോയില്ലേ? പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, നിന്നെ കണ്ടിട്ടും കാണാതെ പോയ മനുഷ്യരെ പോലെയല്ല. ദൈവം പറയുന്നു, നിന്നെ കൈവിടാതെ അന്യത്തോളം നടത്താൻ കഴിവുള്ള ദൈവം, നിന്റെ കരം പിടിക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽക്കാലം ദൈവാലോചന പറയുന്നു, നിന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. ഹൃദയഭാരത്തോടു കൂടി ഈ ആരാധനയ്ക്ക് വന്നവരുണ്ട്, അത് ഭാരത്തോടെ വന്നവരുണ്ട്. അവരെ നോക്കി ദൈവാത്മാവിനെ പറയുന്നു, ഞാൻ കൈവിടുന്ന ദൈവമല്ല, ഞാൻ കൈവിടുന്ന ദൈവമല്ല, ഞാൻ കൈവിടുന്ന ദൈവമല്ല. മാറിപ്പോയിരിക്കാം, പറയുക, ആ കരം ഇന്ന് നിന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഉപേക്ഷിക്കാത്ത കരമാ. ഇന്ന് പകൽക്കാലം ആ കരത്തിന്റെ വല്ലഭത്വത്തിന്റെ ശക്തി ഇന്ന് തിരിച്ചറിഞ്ഞ് ഇവിടുന്ന് പോകാമുള്ളൂ. ആ ദൈവകരത്തിന്റെ വല്ലഭത്വത്തിന്റെ ശക്തി ഇന്ന് പകരക്കാരോട് തിരിച്ചറിഞ്ഞ് പോകാമുള്ളൂ. പല കരങ്ങളും നിന്നെ കരം വിടുമ്പോൾ, പല കരങ്ങളും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ, പല കരങ്ങളും നിന്നെ ഹല്ലേലൂയ അവൻ മാറ്റിക്കളയുമ്പോൾ നിന്നെ കൈവിടാതെ നിൽക്കുവാൻ, നിന്നെ കൈവിടാതെ വഴി നടത്തുവാൻ, നിന്നെ വഴി നടത്തുവാൻ, നിന്നെ കരം പിടിക്കുവാൻ ഒരു ദൈവം ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അപ്പനു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കത്തില്ലെന്ന് വാഗ്ദത്തം അരുളിയ ദൈവം അമ്മ തന്റെ കുഞ്ഞിനെ മറന്നു കളയും, അപ്പൻ തന്റെ കുഞ്ഞിനെ മറന്നു കളയും, ലോകം നിന്നെ മറന്നു കളയും. അവൻ സ്തോത്രം. ലോകം നിന്നെ ഉപേക്ഷിക്കും, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിക്കും, അത് സഹോദരങ്ങൾ നിന്നെ ഉപേക്ഷിക്കും, ബന്ധുമിത്രാദിനെ ഉപേക്ഷിക്കും. പക്ഷെ നിന്നെ ഉപേക്ഷിക്കാത്ത, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉപേക്ഷ കൽപ്പിക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പലതിൽ നിന്നും എടുത്തു കളയുന്ന അർത്ഥം. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യ ഹൃദയത്തിൽ നിന്നും ആ കുഞ്ഞിനെ എടുത്തു കളയണം. കണ്ടോ? നമ്മൾക്ക് ഏതെങ്കിലും ഒരു വസ്തുവക അല്ല ഉപേക്ഷിക്കണമെങ്കിൽ അതിനെ ഉപയോഗിച്ച് അതിന്റെ പ്രയോജനം കെട്ട് കഴിയുമ്പോഴാണ് അതിനെ ഉപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുകയാ, നിന്നെ ആരൊക്കെയോ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലേ, നിന്നെ ആരൊക്കെയോ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞില്ലേ, നിന്നിലുള്ള പ്രയോജനം അറ്റുപോയെന്ന് കണ്ട്, നിന്നെ കൊണ്ടുള്ള ഉപകാരങ്ങൾ അറ്റുപോയെന്ന് കണ്ട്, നിന്നെ കൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പലരും നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ. ഇന്ന് പകൽ
ദൈവാത്മാവ് പറയുന്നു, നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണ്. ഇന്ന് പകരം അവൻ പറയുന്ന ഉപേക്ഷിക്കുന്ന ദൈവമാണ്. പഴയതുപോലെ ആർക്കും നിന്നെ ഉപകാരം ചെയ്യാൻ കഴിയത്തില്ലായിരിക്കാം. പറയുന്ന പോലെ ആരെയും സഹായിക്കാൻ ഒരു നിവർത്തിയുമില്ല. പക്ഷേ ആരൊക്കെ അതിനെ ഉപേക്ഷിച്ചു കളഞ്ഞു, ആരൊക്കെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു, നിന്നെ കൊണ്ട് പ്രയോജനമില്ല, നിന്നെ കൊണ്ട് ഒന്നും കാണത്തില്ല, നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല, നിന്റെ ഭവനത്തിൽ നടക്കുന്ന ഏതൊക്കെ ഹൃദയങ്ങളുടെ മുഖത്ത് പരിശുദ്ധാത്മ ഇടപെടുന്നു. നിന്റെ ഭവനത്തിൽ നിന്നും, നിന്റെ ഭവനങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, അത് നിന്റെ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ ബന്ധുക്കളുടെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ എടുത്തു കളഞ്ഞ ഭവനത്തിൽ നിന്ന് എടുത്തു കളഞ്ഞ വിഷയങ്ങളെ പരിശുദ്ധാത്മ ഇടപെടുന്ന കൊല്ലാത്തിനായി വീട്ടുകൾ ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ള ദൈവാത്മാവ് ആരെല്ലാം അവനെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. ആകാരെ നിന്റെ പ്രാർത്ഥന എന്താ? തലമുറയുടെ കണ്ണുനീരാണോ? ആകാരെ നിന്റെ പ്രാർത്ഥന എന്താ? തലമുറയുടെ ജീവനാണോ? പക്ഷേ നീ ഒന്ന് അറിഞ്ഞായിരുന്നോ, ഈ മരുഭൂമിയിൽ നിന്റെ കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു നീറുവ തുറക്കാൻ ഞാൻ ശക്തനാണ്. നിന്നെ അവനെ ഉപേക്ഷിച്ചോ? നിന്റെ നാട്ടിനെ ഉപേക്ഷിച്ചോ? നിന്റെ മരുഭൂമിയുടെ അവസ്ഥയാണോ? നിന്റെ കണ്ണുനീരിന്റെ അവസ്ഥയാണോ? നിന്റെ ജീവിതം അവസ്ഥയാണോ? നിന്റെ ജീവിതം നിങ്ങൾ കാണാത്ത അവസ്ഥയാണോ? പച്ചപ്പിലാകുന്ന ആ അവസ്ഥയിൽ നിന്ന് ആരോട് ദൈവമാണ് ഇന്ന് വന്നിട്ടാണ് നിന്നെ ഉന്നയിക്കാത്ത ദൈവം